ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഹിസ്റ്ററിയിലെ പുതിയൊരു ചാപ്റ്ററോടെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ദി ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 3 ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ചെറിയ ചാപ്റ്ററാണ്. അത്ര സ്മോൾ എന്നല്ല അർത്ഥം, ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ചെറിയ ചാപ്റ്റർ തന്നെയാണിത്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആസ് എ നെയിം ഇൻഡിക്കേറ്റ് ഇൻഡസ്ട്രീസ് ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാറിൻ്റെ ക്രൈസിസ് ഫസ്റ്റ് വേൾഡ് വാറിനെയും സെക്കൻഡ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്രൈസിസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺട്രീസും യൂസ് ചെയ്തൊരു മെത്തേഡായിരുന്നു ദേ ട്രൈ ടു ഡെവലപ്പ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അവർക്ക് എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യു എസ് കാര്യം, എസ്പെഷ്യലി അവിടുത്തെ ഒരു ഫോർഡ് കാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു അസംബ്ലിയിൽ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിന് നമ്മുടെ ഇസ്രയേലിൽ എപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ഒരു മെയിൻ റോൾ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഏരിയ, ആ ഒരു ടോപ്പിക് ഒരു ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാൻ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പിക്ചേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഓൾറെഡി ആ ഒരു നാഷണലിസം യൂറോപ്പ് എന്ന ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിലും ഒരു പെയിൻറ്റിങ് കാണാൻ പറ്റും അല്ലേ, പെയിൻറ്റിങ് ബൈ ഫ്രെഡറിക് സോറിയോ എബൌട്ട് ഉട്ടോപ്യൻ വിഷൻ. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിൻറ്റിങ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് അതിന് ഒരുപാട് ഷോർട്ട് ആൻസർ ലോങ് ആൻസർ ഒരുപാട് ക്വസ്റ്റൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പിക്ചറാണ് ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്, എബൌട്ട് ഉട്ടോപ്യൻ വിഷൻ. എന്നാൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത 2 പിക്ചേഴ്സാണ് ഇവ രണ്ടും. എനിക്കാ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ആ ഒരു പിക്ചർ ബേസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സെഷൻ ചെയ്യാം. നമ്മൾ ആ സമയത്ത് ഈ പിക്ചേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ തരാം. നമ്മൾ ഓൾറെഡി ചില ചാപ്റ്റേഴ്സിൻ്റെ പിക്ചർ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള വെച്ചൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലിങ്ക് ഓൾറെഡി ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം അതിൻ്റെ പിക്ചേഴ്സിന് എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഒഴിവാക്കാം, തൽക്കാലം സ്കിപ്പ് ചെയ്യാം. നമുക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാം ഇൻ എ സെപ്പറേറ്റ് സെഷൻ നോൺ ആസ് എ പിക്ചർ ബേസ് ക്വസ്റ്റ്യൻ. നമുക്ക് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ഇങ്ങനെയാണ്, ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് സ്കെയിലായിട്ട് ഈ മെഷീനറീസൊക്കെ യൂസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏജ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇനി നമ്മൾ അതിന് മുമ്പുണ്ടായിട്ട് ചില ചേഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സെഷനിൽ. അതിൽ ഫസ്റ്റ് ടോപ്പിക് ഇങ്ങനെയാണ്, വി ഓഫൺ അസോസിയേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ വിത്ത് ദ ഗ്രോത്ത് ഓഫ് ഫാക്ടറി ഇൻഡസ്ട്രി. നമുക്കറിയാം ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് ഫാക്ടറി എന്ന് പറയുന്നത് അല്ലേ. ഫാക്ടറി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ ആ ഒരു പ്രോസസ്സ് പോസിബിൾ ആവുകയുള്ളൂ. When we talk of industrial production, we refer to factory production. Histories of industrialization very often begin with the setting up of the first factories. ഏകദേശം സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ പറ്റി ടോക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മൾ എന്തിനെ പറ്റി പറയുന്നുണ്ടാവുക, ഫാക്ടറി പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇനി നമ്മുടെ ആ ഫസ്റ്റ് 2 സെൻറ്റൻസ് സമ്മറി എന്ന് പറയുന്നത് ദർ ഇസ് എ സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. Even before factories began to dot the landscape in England and Europe, there was large-scale industrial production for an international market. This was not based on factories. Many historians now refer to this phase of industrialization as proto-industrialization. എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആ ഒരു പ്രോസസ്സും ഫാക്ടറീസും തമ്മിൽ ഒരു ഇൻ്റർലായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. എന്നാൽ ഈ ഫാക്ടറീസ് വരുന്നതിന് മുമ്പും ഈ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും എല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കണം, വിത്തൗട്ട് ഫാക്ടറീസ് ആയിരുന്നു അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. നമുക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്താണ് ഇത്രേ ഉള്ളൂ, ഇൻഡസ്ട്രിയലൈസേഷൻ വിത്തൗട്ട് ഫാക്ടറീസ് ആർ നോൺ ആസ് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. അവിടെ ഫാക്ടറിക്ക് യാതൊരു റോളും വരുന്നില്ല. Okay, third point, with the expansion of world trade and acquisition of colonies in different parts of the world, the demand for goods began growing. നമുക്കറിയാം ഈ ഒരു സമയത്താണ് കൊളോണിയൽ പവേഴ്സ് എല്ലാം, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഈ മറ്റ് കൺട്രീസ് കോൺക്രീറ്റ് ചെയ്ത് അവരുടെ കോളനീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ ഗുഡിനുള്ള ആ ഒരു ഡിമാൻഡ് ഒന്നുകൂടെ കൂടിയ സമയമായിരുന്നു. ബട്ട് മെർച്ചൻസ് കുഡ് നോട്ട് എക്സ്പാൻഡ് പ്രൊഡക്ഷൻ വിത്തിൻ ടൗൺ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു ഡിമാൻഡ് ഫോർ ഗുഡ്സ് കൂടിയെങ്കിലും ഈ മെർച്ചൻസിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കുഡ് നോട്ട് എക്സ്പാൻഡ് പ്രൊഡക്ഷൻ വിത്തിൻ ടൗൺ ഏരിയയിൽ അവർക്ക് അവർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല. എന്തായിരിക്കാം കാരണം? അതിന് 3 കാരണം ഇവർ നമുക്ക് നോക്കാം. 3 റീസൺ. ഫസ്റ്റ് റീസൺ എങ്ങനെയാണ്, ദിസ് വാസ് ബിക്കോസ് ഹിയർ അർബൻ ക്രാഫ്റ്റ് ആൻഡ് ട്രേഡ് ഗിൽഡ്സ് വർ പവർഫുൾ. അതായത് ഈ അർബൻ ട്രേഡ് ഗിൽഡ് എന്ന് പറയുന്നത്, ക്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയാം ഒരു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുന്നത്, പ്രൊഡക്ഷൻ ഓഫ് ക്രാഫ്റ്റ് ഐറ്റം. ഈ ഗിൽഡ് എന്ന് പറയുന്നത്, ട്രേഡ് ഗിൽഡ് എന്ന് പറയുന്നത് ആ ഒരു ടൗൺ ഏരിയയിലെ ടോട്ടൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറിയപ്പെടുന്ന പേരാണ് ട്രേഡ് ഗിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര പവർഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ
ഈ കൊളോണിയൽ പവേഴ്സിനും മറ്റും ഈ ഒരു ടൗണിലേക്ക് ആ ഒരു ടൗണിൻ്റെ ട്രേഡ് കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് അവർക്ക് പറ്റിയില്ല. കാരണം അതിൻ്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു? ഇറ്റ് വാസ് കൺട്രോൾഡ് ബൈ ട്രേഡ് ഗിൽഡ്. അതാണ് ഫസ്റ്റ് റീസൺ. ഇനി സെക്കൻഡ് റീസൺ, ദീസ് were association of producers that trained craft people, maintained control over production, regulated competition and prices and restricted the entry of new people into the trade. ഇതിൽ പറയുന്നത് നമ്മുടെ ആ ഒരു ട്രേഡ് ഗിൽഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇതൊരു അസോസിയേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ദാറ്റ് ട്രെയിൻ ക്രാഫ്റ്റ് പീപ്പിൾ മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരാണ് അവിടുത്തെ ട്രേഡിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതും ഈവൻ റെഗുലേറ്റഡ് കോമ്പറ്റീഷൻ ആൻഡ് പ്രൈസസ്, അവരുടെ ട്രേഡിൻ്റെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതെല്ലാം അവരാണ്. ആൻഡ് ഈവൻ ദേ റെസ്ട്രിക്റ്റഡ് ദ എൻട്രി ഓഫ് ന്യൂ അതാണ് മെയിൻ പോയിന്റ് കണ്ടോ. അവർ മറ്റു പീപ്പിളിന് പെട്ടെന്ന് അവർക്ക് എൻട്രി കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ കൊളോണിയൽ പവേഴ്സിനെല്ലാം പെട്ടെന്ന് ആ ഒരു ടൗണിൽ അവർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റാതെ വന്നത്. ഇനി ലാസ്റ്റ് റീസൺ, റൂളേഴ്സ് ഗ്രാൻഡഡ് ഡിഫറെൻറ്റ് ഗിൽഡ് ദ മൊണോപ്പൊളി റൈറ്റ് ടു പ്രൊഡ്യൂസ് ആൻഡ് ട്രേഡ് ഇൻ സ്പെസിഫിക് പ്രൊഡക്ട്സ്. It was therefore difficult for new merchants to set up business in town, so they turned to countryside. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ട്രേഡ് ഗിൽഡ്സ് ആയിരുന്നു ആ ഒരു ടൗണിലെ മൊത്തം ട്രേഡിംഗ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഈ ട്രേഡ് ഗിൽഡിന് ഇതിന് വേണ്ട പെർമിഷൻ കിട്ടണമല്ലോ. അത് ഓൾറെഡി ആ ഒരു ടൗണിലെ റൂളേഴ്സ് ഓൾറെഡി ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് റൂളേഴ്സ് ഗ്രാൻഡഡ് ഫുൾ മൊണോപ്പൊളി ടു ദീസ് ട്രേഡ് ഗിൽഡ് ടു കൺട്രോൾ ഓൾ ദീസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് അതാണ് തേർഡ് റീസൺ. അപ്പോൾ ഈ റൂളേഴ്സിൻ്റെ സപ്പോർട്ട് പോലും ട്രേഡ് ഗിൽഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കൊളോണിയൽ പവേഴ്സിനെ പെട്ടെന്ന് ടൗണിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റാതെ വന്നതും. സോ അവിടെ ലാസ്റ്റ് സൊല്യൂഷൻ എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം, ദേ റിയലൈസ് ദാറ്റ് ടൗണിൽ ഒരിക്കലും അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ടേൺ ടു ദി കൺട്രി സൈഡ് മീൻസ് അറിയാം റൂറൽ ഏരിയ. അങ്ങനെ അവർ അർബൻ ഏരിയ വിട്ടിട്ട് റൂറൽ ഏരിയാസിലാണ് അവിടെ കൂടുതലായിട്ട് അവർ പ്രൊഡക്ഷൻ സെൻ്ററായിട്ട് അവർ കൺവേർട്ട് ചെയ്യും. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കും അത് തന്നെയാണ്. ദാറ്റ് ഈസ് സിറ്റുവേഷൻ ഇൻ ദ കൺട്രി സൈഡ്. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ട്രേഡ് ഗിൽഡ്സിൻ്റെയും റൂളേഴ്സിൻ്റെ ഒന്നും ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം അവർ കൊളോണിയൽ പവേഴ്സിന് ഒരിക്കലും അവർ ടൗണിൽ നിന്ന് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല. സോ ദേ ജസ്റ്റ് ടേൺ ടു കൺട്രി സൈഡ് ഓർ റൂറൽ ഏരിയ. ദാറ്റ്സ് അവർ നെക്സ്റ്റ് ടോപ്പിക്. അതിലെ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, ഇൻ ദ കൺട്രി സൈഡ് പുവർ പെസൻസ് ആൻഡ് ആർട്ടിസാൻസ് ബിഗാൻ വർക്കിംഗ് ഫോർ മെർച്ചൻസ്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു ഏരിയ നമ്മുടെ റൂറൽ ഏരിയാസിൽ ഉണ്ടായിരുന്ന ഈ പൂറായിട്ടുള്ള പെസൻസും ആർട്ടിസാൻസും ഒക്കെ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ജോബ്സ് മാറ്റി വെച്ചുകൊണ്ട് അവർ ആ ഒരു ബിഗ് മെർച്ചൻസിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. കോട്ടേജേഴ്സ് ആൻഡ് പുവർ പെസൻസ് who had earlier depend on common lands for their survival, gathering their firewood, berries, vegetable, hay and straw, had to now look for alternative source of income. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ആദ്യം ചെയ്തുകൊണ്ടാണ് ട്രഡീഷണൽ ആയിട്ട് വർക്ക്. അതായത് ഫയർവുഡിൻ്റെ കളക്ഷൻ, ബെറീസിൻ്റെ കളക്ഷൻ, അതുപോലെ വെജിറ്റബിൾസിൻ്റെ കളക്ഷൻ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ചില സോഴ്സായിട്ട് അവിടെ ഇൻകത്തിന് സോഴ്സ് അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. ബൈ വർക്കിംഗ് ഫോർ ദ മെർച്ചൻസ് ദേ കുഡ് റിമെയിൻ ഇൻ ദ കൺട്രി സൈഡ് ആൻഡ് കണ്ടിന്യൂ ടു കൾട്ടിവേറ്റ് ദെയർ സ്മോൾ പോട്ട്സ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? എന്ന് പറഞ്ഞതുപോലെ അവർ ഈ ബിഗ് മെർച്ചൻസിന് വേണ്ടി പ്രൊഡ്യൂസിന് ആരംഭിച്ചു. അപ്പോൾ ആ സമയത്ത് അവർ ഈ ഒരു ആ ഒരു വില്ലേജ് ഏരിയ ഒരിക്കലും വിട്ടു പോകേണ്ടതില്ല. അവർക്ക് അവരുടെ കൺട്രി സൈഡ് തന്നെ നിൽക്കാം. ദേ കുഡ് റിമെയിൻ ഇൻ ദ കൺട്രി സൈഡ് ആൻഡ് കണ്ടിന്യൂ ടു കൾട്ടിവേറ്റ് ഫോർ ബിഗ് മെർച്ചൻസ്. So income from proto-industrial production supplemented their shrinking income from cultivation. അങ്ങനെ അവർക്ക് ആ ഒരു കൾട്ടിവേഷനിലുള്ള ഇൻകം കുറവാകുന്ന സമയത്തൊക്കെ അവർക്ക് എന്ത് ഇൻകം കിട്ടും? നമ്മുടെ ആ ഇൻഡസ്ട്രീസ് കിട്ടുന്ന ഇൻകം അവർക്ക് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ വാക്കായിരുന്നു പ്രോട്ടോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അവർക്ക് ഉണ്ടായിരിക്കും. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വിത്തൗട്ട് ദ യൂസ് ഓഫ് ഫാക്ടറീസ് നോൺ ആസ് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമയത്തും എല്ലാം ഉണ്ടായത് അത് തന്നെയായിരുന്നു. അവിടെ കൂടുതലായിട്ട് ഫാക്ടറീസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്നാലും അവർക്ക് ആ ഒരു പ്രോസസ്സിന് കുറച്ച് ഇൻകം കിട്ടുന്നുണ്ട്. അതാണ് ഫോർത്ത് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകം ഇറ്റ് ആൾസോ അലൗഡ് ദം എ ഫുള്ളർ യൂസ് ഓഫ് ദെയർ ഫാമിലി ലേബർ റിസോഴ്സ്. അതായത് നമ്മുടെ കൾട്ടിവേഷൻ പോലെയല്ല, ഈ ഇൻഡസ്ട്രിയലൈസേഷനിലെ പല സ്റ്റേജിലും നമുക്ക് കൂടുതൽ ലേബർ ഫോഴ്സിൻ്റെ ആവശ്യം വരാം. അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയിലെ എല്ലാവരുടെയും ലേബർ ഫോഴ്സ് അവർക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വിത്തിൻ ദിസ് സിസ്റ്റം എ ക്ലോസ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ബിറ്റ്വീൻ ദ ടൗൺ ആൻഡ് കൺട്രി സൈഡ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനിടയിൽ ഓട്ടോമാറ്റിക് ഉണ്ടായിട്ടുള്ള റിലേഷൻ ആയിരുന്നു. ആ ഒരു റൂറൽ ഏരിയാസും അതുപോലെ ടൗൺ ഏരിയാസും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്നുകൂടെ ആ സമയത്ത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മെർച്ചൻസ് were based in the town but the work was done mostly in the countryside. എന്താ പറയുന്നത്? ഈ മെർച്ചൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടൗൺ ആണെങ്കിലും അതിൻ്റെ വർക്ക് മെയിനായിട്ട് ചെയ്തിരുന്നത് കൺട്രീസ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലായിരുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. എ മെർച്ചൻറ്റ്
a merchant clothier in England purchased wool from the wool stapler and carried it to the spinner. The yarn that was spun was taken in the subsequent stages of production to weavers, fullers, and then to dyers. The finishing was done in London before the export merchant sold the cloth in international market. ഇവിടെ ഒരു ക്ലോത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ ജേണിയാണ് പറയുന്നത് അല്ലേ. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു, അവരൊരു വൂള് പർച്ചേസ് ചെയ്യുന്നു ഫ്രം വൂൾ സ്റ്റേപ്പിൾ. അതായത് വൂളിന് ഒരു ഡീലർ അറിയപ്പെടുന്ന പേരാണ്. ദ ഡീലർ ഓഫ് വൂൾ ഈസ് നോൺ ആസ് വൂൾ സ്റ്റേപ്പിളർ. അവിടുന്ന് ക്യാരി ടു ദ സ്പിന്നർ യാൺ ദാറ്റ് സ്പൺ വാസ് ടേക്കൺ ടു സബ്സിക്വൻറ്റ് സ്റ്റേജസ്. അതായത് നമുക്കറിയാലോ ഒരുപാട് സ്റ്റേജ് വരുന്നുണ്ട് ആ ഒരു ക്ലോത്ത് പ്രൊഡക്ഷന്. അതായത് വീവേഴ്സ് ആയിരിക്കാം, ഫുള്ളേഴ്സ് ആയിരിക്കാം. വീവേഴ്സ് നമുക്കറിയാം, ഫുള്ളേഴ്സ് അത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് ഫുള്ളേഴ്സ്. ദ പീപ്പിൾ ഹു ക്ലീൻ ദിസ് തിങ് ഈസ് നോൺ ആസ് ഫുള്ളേഴ്സ്. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഫുള്ളിങ്. പിന്നെ അത് ഡൈ ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെ നടക്കുന്ന എവിടെയായിരിക്കാം? പലപ്പോഴും നടക്കുന്ന ചിലപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ കൺട്രി സൈഡിലായിരിക്കാം. ഇനി ദ ഫിനിഷിംഗ് വാസ് ഡൺ ഇൻ ലണ്ടൻ. അപ്പോൾ ഇതിൻ്റെ ആ ക്ലോത്ത് ആവുന്നുണ്ടല്ലോ, നമ്മുടെ ആ ഫിനിഷ്ഡ് ക്ലോത്തിൻ്റെ ആ ഒരു ഫിനിഷിംഗ് വർക്ക് മാത്രമാണ് നമ്മുടെ മെയിൻ ടൗൺ ആയിട്ടുള്ള ലണ്ടനിൽ നടക്കുന്നത്. ദ ഫിനിഷിംഗ് വാസ് ഡൺ ഇൻ ലണ്ടൻ ബിഫോർ ദ എക്സ്പോർട്ട് മെർച്ചൻറ്റ് സോൾഡ് ദ ക്ലോത്ത് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അതാണ് പറയുന്നത്. ഇവിടെ മെയിൻ ബേസ് എന്ന് പറയുന്നത് ടൗൺ ആണെങ്കിലും ദ വർക്ക് വാസ് മെയിൻലി ഡൺ ഇൻ കൺട്രി സൈഡ്. സോ നമ്മളിവിടെ ലണ്ടൻ്റെ കാര്യം പറഞ്ഞു. സോ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ഓൾസോ അബൌട്ട് ദാറ്റ്. ലണ്ടൻ ഇൻ ഫാക്ട് കെയിം ടു ബി നോൺ ആസ് എ ഫിനിഷിംഗ് സെൻറ്റർ. ഓക്കെ, നമുക്ക് അത്രയാണ് ആ ഒരു ഫസ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതുപോലെ സിറ്റുവേഷൻ ഇൻ ദി കൺട്രി സൈഡ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അതാണ് ദ കമ്മിങ് അപ്പ് ഓഫ് ദി ഫാക്ടറി. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാക്ടറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. പിന്നീടാണ് ഗ്രാജുവലി നമ്മുടെ ആ ഒരു ഫാക്ടറീസ് എല്ലാം അവിടെ വന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ദ ഏർലിയസ്റ്റ് ഫാക്ടറീസ് ഇൻ ഇംഗ്ലണ്ട് കെയിം ബൈ ദ 1730s. ആ ഒരു സമയത്താണ് ഫസ്റ്റ് ഫാക്ടറി ഇംഗ്ലണ്ടിൽ വരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഓൺലി ഇൻ ദ ലേറ്റ് 18th century ദാറ്റ് ദ നമ്പർ ഓഫ് ഫാക്ടറീസ് മൾട്ടിപ്ലൈഡ്. അപ്പോൾ ജസ്റ്റ് ഒന്നോ രണ്ടോ ഫാക്ടറി 1730s വന്നു. ബട്ട് നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ലേറ്റ് 18th century വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഫാക്ടറീസിൻ്റെ നമ്പർ അവിടെ ഇൻക്രീസ് ആയത്. ദ ഫസ്റ്റ് സിമ്പിൾ ഓഫ് ദ ന്യൂ ഇറ വാസ് കോട്ടൺ. ഇറ്റ്സ് പ്രൊഡക്ഷൻ ബൂംഡ് ഇൻ ദ ലേറ്റ് 19th century. എന്താണ് ഈ ഫസ്റ്റ് സിമ്പിൾ ഓഫ് ന്യൂ ഇറ എന്നൊക്കെ പറയുന്നത്? അത്രേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് ഫാക്ടറീസ് ഗ്രാജുവലി വന്നു എന്ന് പറഞ്ഞു, അത് പിന്നെ മൾട്ടിപ്ലൈഡ് ആയെന്ന് പറഞ്ഞു, ഇൻക്രീസ് ആയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഫാക്ടറീസ് നമ്മൾ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് കോട്ടൺ പ്രൊഡക്ട്സ് ആയിരുന്നു, എസ്പെഷ്യലി ക്ലോത്ത്. അതാണ് പറയുന്നത് the first symbol of the new era was cotton. It simply means the main production was cotton. Okay, later a series of invention in the 18th century increased the efficacy of each step of the production process: carding, twisting, spinning, rolling. അതായത് നമ്മൾ ഈ സമയത്ത് ഈ ഓരോ പ്രോസസ്സ് നമുക്കറിയാം, ഇതിന് ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ടല്ലോ ഒരു ക്ലോത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. കാർഡിങ് ആവാം, ട്വിസ്റ്റിംഗ് ആവാം. നിങ്ങളതിൻ്റെ മീനിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ കാർഡിങ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അതിന് ആ ഒരു ഗ്രേഡ് അനുസരിച്ച് നമ്മൾ ആ കോട്ടനെ ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് കാർഡ് എന്നൊക്കെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഓരോ പ്രോസസ്സ് നമ്മൾ ഒരുപാട് ഇൻവെൻഷൻ നടത്തി, ഒരുപാട് മെഷീനറീസ് ഈ ഓരോ പ്രോസസ്സ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി ദേ എൻഹാൻസ് ദ ഔട്ട്പുട്ട് പെർ വർക്കേഴ്സ്, എനേബിളിംഗ് ഈച്ച് വർക്കർ ടു പ്രൊഡ്യൂസ് മോർ, ആൻഡ് ദേ മെയ്ഡ് പോസിബിൾ ദ പ്രൊഡക്ഷൻ ഓഫ് സ്ട്രോങ്ങർ ത്രെഡ്സ് ആൻഡ് യാൺ. ഇപ്പം എന്ത് പറയുന്നു ഇതിൽ പറയുന്നത്? അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രോസസ്സിനും ഓരോ മെഷീനും കണ്ടുപിടിച്ച് കൂടിയിട്ട് ദേ ജസ്റ്റ് എൻഹാൻസ് ദ ഔട്ട്പുട്ട് പെർ വർക്ക്. ഈ ഓരോ വർക്കറിന് കിട്ടുന്ന ഔട്ട്പുട്ട്, ആ ഫൈനൽ റിസൾട്ടിൻ്റെ എണ്ണം, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ നമ്പർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യം പ്രൊഡ്യൂസ് ചെയ്യാം, ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ മെയ്ഡ് പോസിബിൾ ദ പ്രൊഡക്ഷൻ ഓഫ് സ്ട്രോങ്ങർ ത്രെഡ്സ് ആൻഡ് യാൺ. നമ്മൾ മുമ്പ് ട്രഡീഷണൽ ആയിട്ട് മെത്തേഡ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന യാണിനേക്കാൾ, ത്രെഡിനേക്കാൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡും യാണുമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഓഫ് യൂസ് ഓഫ് മെഷീനറി. ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പോയിൻ്റാണ് ഇനി പറയുന്നത്. ദെൻ റിച്ചാർഡ് ആർക്രൈറ്റ് ക്രിയേറ്റഡ് ദ കോട്ടൺ മിൽ. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു കോട്ടൺ മിൽ ഇൻവെൻറ്റ് ചെയ്തത് ആരായിരുന്നു? റിച്ചാർഡ് ആർക്രൈറ്റ് ആയിരുന്നു. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. A more careful supervision over the production process, a watch over quality and the regulation of labor, all of which had been difficult to do when the production was in the countryside. ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു അല്ലേ, ഇവിടെ പറഞ്ഞു ഓർക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു കാര്യത്തിൻ്റെയൊക്കെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്ന ടൗൺ ആണെന്ന് പറയാമെങ്കിലും ഇതിൻ്റെ എല്ലാം മെയിൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നത് കൺട്രി സൈഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കൺട്രി സൈഡിലാണ് നമ്മുടെ ഈ മെയിൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ
ഇതിൻ്റെ ഒരു സൂപ്പർവിഷൻ പലപ്പോഴും അവർക്ക് പറ്റിയിരുന്നില്ല. ഈ ലേബേഴ്സിന് റെഗുലേറ്റ് ചെയ്യാനും ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനൊന്നും ഇതിൻ്റെ മെയിൻ സെൻറ്റർ ഈ റൂറൽ ഏരിയാസ് ആയതുകൊണ്ട് അവർക്ക് പറ്റിയിരുന്നില്ല. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ്. So magical seemed to be the power of new technology that contemporaries were dazzled. They concentrated their attention on the mill. അത് പറയുന്ന ഒരു സമ്മറി ആയിട്ട് പറയുന്നതാണ്, അത്ര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ആളുകൾ ഈ ഇൻഡസ്ട്രിയൽ പീപ്പിളിനൊക്കെ ആ ഒരു മെഷീനറീസിൻ്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ ഒരു മാജിക്കൽ പവർ എന്നാണ് അവിടെ പറയുന്നത്, അതിൻ്റെ ആ ഒരു പവർ മനസ്സിലായതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ മോർ ആൻഡ് മോർ മിൽസ് ആ സമയത്ത് സെറ്റപ്പ് ചെയ്യാൻ അവർ ഒരു കോമ്പറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടു സെറ്റപ്പ് മോർ ആൻഡ് മോർ mills, especially to produce cotton. ഓക്കെ, നമുക്ക് ഇത്ര ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിൽ മെയിൻ ടോപ്പിക് പോയിന്റ് ആയിരുന്നു പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. പിന്നെ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു, മെർച്ചൻസ് കുഡ് നോട്ട് എക്സ്പാൻഡ് പ്രൊഡക്ഷൻ വിത്തിൻ ടൗൺ, അത് റീസൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് കൺട്രി സൈഡിലെ ഒരു സ്റ്റാറ്റസ് നോക്കി. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് കമ്മിങ് അപ്പ് ഓഫ് ഫാക്ടറി. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ